ഇനി എയർ ഇന്ത്യ എക്സ്പ്രസുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. കഴിഞ്ഞ ദിവസമൊക്കെ ഈ ജീവനക്കാരുടെ സമരവുമായി ബന്ധപ്പെട്ട ഫ്ലൈറ്റ് മുടങ്ങിയതുമായി ബന്ധപ്പെട്ടൊക്കെ വലിയ പ്രതിഷേധങ്ങളും വിവാദങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. എന്നാൽ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് വീണ്ടും സർവീസ് തുടങ്ങിയിരിക്കുന്ന സമയത്ത് വീണ്ടും വിമാനങ്ങൾ മുടങ്ങിയിരിക്കുന്നു എന്നുള്ള വാർത്തകളാണ്, വീണ്ടും റദ്ദാക്കിയിരിക്കുന്നു വിമാനങ്ങൾ എന്നുള്ള വാർത്തകളാണ് വരുന്നത്. നെടുമ്പാശ്ശേരി, കണ്ണൂർ, കരിപ്പൂർ എന്നിവിടങ്ങളിൽ നിന്നുള്ള സർവീസുകളാണ് റദ്ദാക്കിയത്. നെടുമ്പാശ്ശേരിയിൽ നിന്ന് രാവിലെ 8:35 പുറപ്പെടേണ്ട ദമാം സർവീസ്, 8:50 പുറപ്പെടേണ്ട മസ്കത്ത് സർവീസ്, കണ്ണൂരിൽ നിന്ന് ഷാർജ, ദുബായ്, ദമാം, റിയാദ്, അബുദാബി, റാസൽ ഖൈമ, മസ്കറ്റ്, ദോഹ സർവീസുകളുമാണ് റദ്ദാക്കിയത്. കരിപ്പൂരിൽ നിന്നും 5 സർവീസുകളും റദ്ദാക്കിയിട്ടുണ്ട്. എന്തായാലും കൂടുതൽ വിശദാംശങ്ങൾ തേടേണ്ടതുണ്ട്. വിവരങ്ങൾ നൽകാനായി അഹമ്മദ് മുജ്തബയും സുനിൽ ഐസക്കും സലാം മുഹമ്മദും ഉണ്ട്. ആദ്യം സുനിൽ ഐസക്കിലേക്ക് പോവുകയാണ് കണ്ണൂരിൽ നിന്ന്. സുനിൽ, ഇന്നലെ ജീവനക്കാരുടെ പണിമുടക്കുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ വളരെ രമ്യമായി പരിഹരിച്ചു, സർവീസുകൾ പുനരാരംഭിക്കുമെന്ന് അറിയിച്ചിരുന്നു. ഇന്നിപ്പോൾ എന്തുകൊണ്ടാണ് കണ്ണൂരിൽ നിന്ന് സർവീസുകൾ റദ്ദാക്കിയത് എന്നുള്ള വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? യാത്രക്കാർ വിമാനത്താവളത്തിൽ എത്തിയിട്ടുണ്ടോ? ജിൽസി, എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ പ്രതിസന്ധി പരിഹരിക്കാനുള്ള തിരക്കിട്ട ശ്രമങ്ങൾ നടക്കുമ്പോഴും സർവീസുകൾ പൂർണ്ണമായും പുനരാരംഭിക്കാൻ എയർ ഇന്ത്യക്ക് കഴിഞ്ഞിട്ടില്ല. അതിലേറ്റവും പ്രധാനമായും സർവീസുകൾ ഇന്ന് ഏറ്റവും അധികം റദ്ദ് ചെയ്തിരിക്കുന്നത് കണ്ണൂരിൽ നിന്നാണ്. കണ്ണൂരിൽ നിന്നുള്ള 8 സർവീസുകളാണ് ഇന്ന് റദ്ദ് ചെയ്തിരിക്കുന്നത്. ഇന്ന് ആകെ കണ്ണൂരിൽ നിന്ന് ഗൾഫ് സെക്ടറിലേക്ക് എയർ ഇന്ത്യ എക്സ്പ്രസിന് 10 സർവീസുകളാണുള്ളത്. ആ 10-ൽ 8 സർവീസുകളും റദ്ദ് ചെയ്തിരിക്കുന്നു. ഇപ്പോൾ ഷാർജ, ദുബായ്, ദമാം, റിയാദ്, അബുദാബി, റാസൽ ഖൈമ, മസ്കറ്റ്, ദോഹ എന്നീ സർവീസുകളാണ് ഇപ്പോൾ എയർ ഇന്ത്യ എക്സ്പ്രസ് റദ്ദ് ചെയ്തിരിക്കുന്നത്. വൈകിട്ടുള്ള ഷാർജ, ദുബായ് വിമാനങ്ങൾ ഉണ്ടാകുമെന്നും എയർ ഇന്ത്യ എക്സ്പ്രസ് അറിയിച്ചിട്ടുണ്ട്. ബാക്കിയുള്ള 8 സർവീസുകളും റദ്ദ് ചെയ്തിരിക്കുന്നു. കണ്ണൂർ വിമാനത്താവളത്തെ സംബന്ധിച്ച് പറഞ്ഞാൽ വലിയ നഷ്ടത്തിലേക്കാണ് ഈ 3 ദിവസമായിട്ടുള്ള സർവീസുകൾ റദ്ദാക്കുന്നതിലൂടെ ഉണ്ടായിരിക്കുന്നത്. 6 കോടി രൂപയുടെ നഷ്ടം ഇന്നലെ 2 ദിവസങ്ങളിൽ മാത്രം കണ്ണൂർ വിമാനത്താവളത്തിനുണ്ടായി എന്നാണ് കണക്ക്. അതായത് കണ്ണൂരിൽ നിന്ന് ആകെ സർവീസ് നടത്തുന്നത് പ്രധാനമായും 2 കമ്പനികൾ മാത്രമാണ്. അതിൽ 80% സർവീസ് നടത്തുന്നതും എയർ ഇന്ത്യ എക്സ്പ്രസ് ആണ്. അതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടായ പണിമുടക്കും പ്രതിസന്ധിയുമൊക്കെ വിമാനത്താവളത്തിൻ്റെ പ്രവർത്തനങ്ങളെ വലിയ തോതിൽ ബാധിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും നാളെ മുതൽ സർവീസുകൾ പഴയ രീതിയിലേക്ക് പുനഃസ്ഥാപിക്കാൻ കഴിയുമെന്നൊരു പ്രതീക്ഷയാണ് ഇപ്പോൾ എയർ ഇന്ത്യ എക്സ്പ്രസ് പങ്കുവയ്ക്കുന്നത്. രാവിലെ നമ്മൾ അവരുടെ പ്രതിനിധികളുമായി സംസാരിച്ചിരുന്നു. ഇന്നുകൂടി ഈ പ്രശ്നമുണ്ടാകും. നാളെ മുതൽ പ്രതിസന്ധികൾ പരിഹരിക്കും. മാത്രമല്ല, കഴിഞ്ഞ ദിവസങ്ങളിൽ യാത്ര ചെയ്യാൻ കഴിയാതെ വന്ന ആളുകൾക്ക് നാളെ മുതൽ ടിക്കറ്റുകൾ നൽകി തുടങ്ങാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും എയർ ഇന്ത്യ പറയുന്നുണ്ട്. അതിനിടയിൽ ഇന്ന് വലിയ പ്രതിഷേധങ്ങളൊന്നും കണ്ണൂർ വിമാനത്താവളത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. കാരണം കഴിഞ്ഞ 2-3 ദിവസങ്ങളായി തുടർച്ചയായി പ്രതിഷേധങ്ങളായിരുന്നു. അവിടെ കൗണ്ടറിൽ ആളുകൾ ഇടിച്ചു കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അവിടെ കമ്പ്യൂട്ടർ സംവിധാനങ്ങൾ പോലും നശിപ്പിക്കപ്പെടുന്ന സാഹചര്യം പോലും ഉണ്ടായി എന്നാണ് പറയുന്നത്. പക്ഷേ എയർ ഇന്ത്യ എക്സ്പ്രസ് അത്തരത്തിലൊരു പരാതി പോലീസിന് നൽകിയിട്ടുമില്ല. അത്തരത്തിൽ വലിയ പ്രതിഷേധങ്ങൾക്കിടയിൽ ആണ് ഇപ്പോൾ വീണ്ടും സർവീസുകൾ റദ്ദ് ചെയ്തിരിക്കുന്നത്. എന്തായാലും നാളെ മുതൽ ഈ പ്രശ്നം പരിഹരിക്കും, പ്രതിസന്ധി പരിഹരിക്കും എന്നാണ് ഇപ്പോൾ അവർ അറിയിച്ചിരിക്കുന്നത്. ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ കണ്ണൂരിനെ സംബന്ധിച്ച് കണ്ണൂർ വിമാനത്താവളം അതിൻ്റെ ഒരു പരിധിവരെ യാത്രക്കാരുടെ എണ്ണമൊക്കെ വീണ്ടും വർദ്ധിക്കുകയും സർവീസുകളുടെ എണ്ണം വർദ്ധിക്കുകയും ഒക്കെ ചെയ്ത് ഒരു പരിധിവരെ പ്രതിസന്ധി അതിജീവിച്ച് മുന്നോട്ട് പോകുന്നതിനിടയിലായിരുന്നു ഇത്തരത്തിൽ എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ സർവീസുകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉണ്ടാകുന്നത്. അതോടുകൂടി ആളും അനക്കവും ആരവവും ഇല്ലാത്തൊരു ഒരു അവസ്ഥയിലേക്ക് കണ്ണൂർ വിമാനത്താവളം മാറുകയും ചെയ്തിട്ടുണ്ട്. ജിൽസി.